ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബ്യൂട്ടിഫുൾ റെമഡീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കഫക്കെട്ടും ജലദോഷവും മാറാനായിട്ടുള്ള ഒരു അടിപൊളി ഒറ്റമൂലിയാണ്. ഒറ്റ പ്രാവശ്യത്തെ ഉപയോഗം കൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള കഫക്കെട്ട്, ജലദോഷം, തൊണ്ടവേദന, തുമ്മൽ ഇവയൊക്കെ മാറിക്കിട്ടും. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതിലേക്കുള്ള ചേരുവകളെല്ലാം നമ്മുടെ വീട്ടിൽ സുലഭമായി ലഭിക്കുന്നവയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു ഒറ്റമൂലി കൂടിയാണ് ഇത്. ചെറിയൊരു കഫക്കെട്ടിനോ ജലദോഷത്തിനോ ഇനി ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ സുലഭമായി ലഭിക്കുന്ന ഇവ കൊണ്ട് നമുക്ക് ഇതുപോലൊരു കപ്പ് സിറപ്പ് ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കഫക്കെട്ടും ജലദോഷവും എല്ലാം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. നാച്ചുറൽ പ്രോഡക്ട്സ് ആയതുകൊണ്ട് തന്നെ യാതൊരുവിധ സൈഡ് എഫക്ട്സും ഉണ്ടാകില്ല. ഒറ്റ ഉപയോഗത്തിൽ തന്നെ കഫക്കെട്ട്, ജലദോഷം, തൊണ്ടവേദന ഒക്കെ മാറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒറ്റമൂലി. ഈ ഒറ്റമൂലി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും കുട്ടികളും മുതിർന്നവരും എത്ര അളവിൽ ഉപയോഗിക്കണമെന്നും ഇതിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട് എന്നും നമുക്ക് നോക്കാം. ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, 3 ഗ്രാമ്പു, 1/2 ടീസ്പൂണോളം ജീരകം, നല്ല ജീരകമാണ് എടുത്തിരിക്കുന്നത്. ചുക്ക് 1 ടീസ്പൂൺ. ചുക്ക് നിങ്ങളുടെ കൈവശമില്ല എങ്കിൽ ഇഞ്ചി ഉപയോഗിക്കാവുന്നതാണ്. ഇഞ്ചി നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതോടൊപ്പം 1 ടീസ്പൂൺ കുരുമുളക്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു പാൻ ഇതുപോലെ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് 150 ml വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കണം. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇത് 8 മുതൽ 10 മിനിറ്റ് വരെ ചെറുതീയിൽ നന്നായിട്ട് തിളയ്ക്കണം. നന്നായി തിളച്ച് ഈ വെള്ളം കുറച്ച് വറ്റി കഴിയുമ്പോഴാണ് നമുക്കിതിന്റെ ശരിയായ പാകത്തിൽ എത്തുന്നത്. ഇതിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന കറുവാപ്പട്ടയാണെങ്കിലും കുരുമുളകാണെങ്കിലും അതുപോലെ തന്നെ ഗ്രാമ്പു, ജീരകം, മഞ്ഞൾപ്പൊടി, ചുക്ക് ഇവയെല്ലാം ആന്റി ബാക്ടീരിയലും ആന്റി വൈറലും ആന്റി മൈക്രോബിയലും പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ളതാണ്. ഇവ ഇമ്മ്യൂണിറ്റി കൂട്ടാനും മൂക്കടപ്പ് മാറാന്, ചെസ്റ്റ് കഞ്ചഷൻ മാറാനായിട്ട്, അതുപോലെ തന്നെ കെട്ടിക്കിടക്കുന്ന കഫക്കെട്ടൊക്കെ പുറന്തള്ളാനായിട്ടും ഒക്കെ സഹായിക്കുന്നവയാണ്. ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും രോഗങ്ങളെ തടയാനും ഇവയെല്ലാം നമ്മളെ സഹായിക്കുന്നു. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വറ്റിയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1-2 പുതിനയില ഇട്ട് കൊടുക്കാം. പുതിനയിലയോ അല്ലെന്നുണ്ടെങ്കിൽ തുളസി ഇലയോ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ പുതിനയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു അരിപ്പ വെച്ച് ഇത് അരിച്ച് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. നമ്മൾ 150 ml വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ ഇത് 50 ml ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ശരിയായ പാകം. അത്രയും നേരം ഇത് തിളച്ചാൽ മാത്രമേ നമ്മൾ ഇട്ടിരുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും സത്ത് ഇതിലേക്ക് ഇറങ്ങുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ കപ്പ് സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ദിവസത്തിൽ 3 പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികൾക്കാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. മുതിർന്നവരിൽ 30 ml മുതൽ 50 ml വരെ ഒരു നേരത്ത് ഉപയോഗിക്കാവുന്നതാണ്. ദിവസം 3 പ്രാവശ്യം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. അതിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. വളരെ നാളായിട്ട് അടിഞ്ഞുകൂടിയിരിക്കുന്ന കഫക്കെട്ട് ഒക്കെ മാറാനായിട്ട് ഇത് സഹായിക്കും. ഇതിൽ കുരുമുളകും ഗ്രാമ്പും ഒക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചൊരു എരിവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ചിലപ്പോൾ എരിവ് കൂടുതൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഒരല്പം തേൻ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇതുപോലെയുള്ള ഹോം റെമഡീസും ടിപ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ഹെൽതി.